ചേച്ചി ആ ആ നീ വന്നോ കോളേജിൽ നിന്ന്? ആ ഇരിക്കാം. എന്താ വൈകിയേ? ബസ് ലേറ്റായി ചേച്ചി. ഓ അത് ശരി. അതുകൊണ്ടാ. ഇന്ന് ഞാൻ എൻ്റെ കോളേജ് വഴി എവിടെ പോവായിരുന്നു, ഒരു വഴിക്ക് പോവായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ കോളേജിൽ ഭയങ്കര ബഹളം. കോളേജിലെ പിള്ളേർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ആകെപ്പാടെ ഒരു ബഹളം. എന്താ ഇവിടെ വല്ല ഇത് നടന്നോ, ഷണ്ട നടന്നോ? ഷണ്ട ഒന്നുമില്ല ചേച്ചി. കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണിൻ്റെ ജിമ്മിക്കുണ്ട്. ജിമ്മിക്ക് സ്വിമ്മിങ് പൂളിൽ വീണു. സ്വിമ്മിംഗ് പൂളിൽ വീണോ ജിമ്മിക്ക്? അയ്യോ. പിന്നെ അവള് കരച്ചിലാ. വീട്ടിൽ ചീത്ത പറയായിരിക്കും. അതെ, അവള് കരയുന്ന കണ്ടിട്ട് ഈ പഠിക്കുന്ന ചക്കന്മാരുണ്ടല്ലോ, അവന്മാരെ എന്താ ചെയ്ത് എല്ലാ ചക്കന്മാരും സ്വിമ്മിംഗ് പൂളിൽ ചാടി തേടാൻ തുടങ്ങി സഹായിക്കാൻ. അവിടെ സളലാതായി സ്വിമ്മിംഗ് പൂളിൽ. അത്ര ചക്കന്മാർ സ്വിമ്മിംഗ് പൂളിലുണ്ട്. ഇവള് കരച്ചില് തുടങ്ങ, അവന്മാര് തേടാൻ തുടങ്ങണ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ചേച്ചി അവിടെ വന്നിരിക്കും. അപ്പൊ കിട്ടിയോ? എവിടെ കെട്ടാണ്? കിട്ടിയില്ല. ഇവിടെ കെട്ടാതെ ഈ ചെക്കന്മാർ എന്താ ചെയ്തറിയോ, അടുത്ത് കാമ്പൗണ്ട് ഉള്ളില് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അത് കുറച്ച് പഴുതാ. ഇവന്മാരെന്താ ചെയ്തു, ആ സ്വിമ്മിംഗ് പൂളിൽ ചാടി. ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് തരാൻ തുടങ്ങിയ ഞാനും ചാടാൻ തുടങ്ങി. ശരി. പിന്നെ ഇത്ര ചക്കന്മാരുണ്ട് അവിടെ തേടാൻ തുടങ്ങിയല്ലോ. ഞാൻ തേടിട്ട് എന്തൊക്കെ എവിടെ കിടക്കാം, പിന്നെ കിട്ടിയില്ല. കിട്ടിയോ? എവിടെ കിട്ടാൻ? അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ പോയ ജിംക്ക് ഇവിടെ കിട്ടാഞ്ഞിട്ട് അടുത്ത കോമ്പൗണ്ടിൽ പോലെ സ്വിമ്മിംഗ് പൂളിൽ തെരഞ്ഞു. അല്ലേ? സൂപ്പർ. എന്ത് സൂപ്പർ ഐഡിയ എല്ലാവർക്കും കൊടുക്കും. അതാണ് നടന്നത്. അതെന്റെ പിള്ളേർക്കൊക്കെ, കോളേജിലെ പിള്ളേർക്കൊക്കെ വട്ടായോ. പിന്നല്ലേ അവിടെ തരുന്നത് ഇരുട്ടായി, പിന്നെ ബസ്സൊക്കെ ലേറ്റായി. അങ്ങനെ മുത്തിപ്പോച്ചടാ, മുത്തിപ്പോച്ചേ. എന്താ മുത്തിപ്പോച്ച്? മുത്തിപ്പോച്ചെന്ന് പറഞ്ഞ തമിഴിൽ പറഞ്ഞ മുഴു പ്രാന്ത് അർത്ഥം. മോനെ ദിനേഷ ഇപ്പൊ മനസ്സിലായി.